പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് നിങ്ങൾ കണ്ടത്. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, അഖിൽജി ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം, ഈ വർക്ക് ഈ രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൺട്രോളർ ആഫാദൊക്കെ അടക്കം എല്ലാവരും, ഓരോ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സിനിമ അതിന് പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പം ഇല്ല, വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫാമിലി ആയിരുന്നു. നമുക്ക് വളരെ ചെറിയൊരു ബഡ്ജറ്റ് ചെയ്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ആൾക്കാരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം എല്ലാവരോടും. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിൽ മാരാർ അഭിനയിച്ച ഒരു സിനിമയുടെ ടീസറാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. പ്രതിഭാശാലിയായ ഒരു കലാകാരൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആർക്കൊന്നും തോന്നരുത്, ഞാൻ സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷേ മലയാളികൾക്ക് അഖിലിനെ പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ്. ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖിൽ ഇടം നേടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വീഡിയോ കാണുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അത് മറ്റാരുമല്ല, അഖിലായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ ഇടങ്ങളിൽ. അതാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത്. എനിക്കെപ്പോഴും ടീസർ കണ്ടിട്ട് എനിക്ക് ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോയാണോ എന്നുള്ളതാണ്. കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ, നല്ല മനോഹരമായ ഷോർട്സും ആംഗിൾസും കണ്ടു. സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ്. ഇന്നലെ 3 മണിയായി രാവിലെ F1 ഫോർമുല കണ്ടിട്ട് F1 കണ്ടു കഴിഞ്ഞ് വന്ന് രാത്രി ഇന്നലെ 11:30 ഷോയ്ക്കാണ് പോയത്. അപ്പോൾ സിനിമ എല്ലാം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ നല്ലൊരു ആശയം മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഇടപെടൽ കൊണ്ടും നല്ലൊരു ടീമിൻ്റെ പ്രവർത്തനം കൊണ്ടും മലയാളികൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ടീസർ വളരെ നന്നായി വന്നിട്ടുണ്ട്. ഞാൻ ഐ ആം വിഷിംഗ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും അഖിൽ ഞങ്ങളുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ്. അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം ചുവട് വയ്ക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാത്തിനും അതിജീവിച്ച് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഐ വിഷ് ഹിം ആൻഡ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ്. താങ്ക് യു. പ്രിയപ്പെട്ട അഖിലിൻ്റെ വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും അഖിലിനെ ഹൈബി പറഞ്ഞ പോലെ മലയാളത്തിന് പരിചയം ബിഗ് ബോസിലൂടെയാണ്. ഹൈബിയുടെ കൂട്ടാണ് ഞാനും കാണാറില്ല, ഞാനും അങ്ങനെ കാണുന്നൊരു പരിപാടിയല്ല. എങ്കിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ പ്രചരണത്തിന് വേണ്ടി അഖിൽ വളരെയധികം വന്നു. തൊട്ട് മുമ്പ് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുടുംബസംഘം വന്നപ്പോഴും വന്നു. അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ വെഞ്ചുവറിന് നേരുകയാണ്. ട്രെയിലർ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. നല്ലൊരു ഫിലിമിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. വലിയൊരു സക്സസ്സായി മാറട്ടെ. അഖിലിൻ്റെ ജീവിതം പോലെ തന്നെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് സക്സസ് ആയതുപോലെ തന്നെ ഈ ഫിലിമും തുടക്കം തൊട്ട് സക്സസ്സായി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. സാധാരണഗതിയിൽ അഖിൽ മാരാർ ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ്. അപ്പം അഖിൽ വന്നിട്ട് ഒരു പടം ചെയ്യുമ്പം ആ ടൈറ്റിലിൽ പോലും ആ കൊല്ലലിൻ്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളം കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ്. വളരെയധികം സന്തോഷം. ഞാൻ ഒരു പ്രാവശ്യം കണ്ണൂർ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഫ്ലൈറ്റിൽ
അഖിലും ഉണ്ടായിരുന്നു. അപ്പം ഈ പടത്തിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, പടത്തിൻ്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന്. വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖിൽ അഭിനയിക്കുന്ന പുതുമുഖമായിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നല്ല എഫേർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന്. അപ്പം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും, അഭിനേതാക്കളായിക്കോട്ടെ, മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. അഖിലിനെ പറ്റി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എല്ലാവരോടും അഖിലിനെ പറ്റി പൊക്കി പറയാനാണ് പോകുന്നറിയാം. പക്ഷെ അഖിലിനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവൻ്റെ വളർച്ച അടുത്തുനിന്ന് കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ. കാരണം ഞാനും അഖിലും ഒക്കെ തുടങ്ങുന്ന ഒരേ സമയത്താണ്, ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ച് നിന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അഖിൽ പറയുന്നൊരു കാര്യമുണ്ട്, അളിയ നമ്മളൊരു സമയത്ത് ഒരു വേദിയിൽ മുന്നിൽ വന്നു നിന്ന് നമ്മൾ അഭിമാനത്തോടെ സംസാരിക്കും എന്ന്. എൻ്റെ ആദ്യ സിനിമ അടക്കുമ്പോൾ അഖിൽ വിളിച്ച് പറഞ്ഞു, അളിയ ഞാൻ ഉടനെ തന്നെ ഞാനും സിനിമ ചെയ്യും. അവൻ സിനിമ ഡയറക്റ്റ് ചെയ്തു, പക്ഷേ ബിഗ് ബോസിൽ പോയി. ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഞാൻ അഖിലോട് പറയുന്നത്, ഒന്നെങ്കിൽ നീ ആയിത്തറ വണ്ടി തന്നെ അവിടെ അടി ഉണ്ടാക്കി ഇറങ്ങി വരും, അല്ലെങ്കിൽ നീ കപ്പോട്ട് വരും. ഞാൻ കപ്പോട്ട് വന്നു. ഇനി എനിക്ക് ഈ പടം കാണുമ്പോൾ എനിക്ക് അതിശയമൊന്നുമില്ല, നാളെ രാജമൗലി സാറിൻ്റെ പടത്തിൽ അവൻ അഭിനയിക്കാൻ പറയുന്നതിൽ വലിയ അതിശയമൊന്നും പറയാനില്ല. അവൻ അങ്ങനെ എത്തും എവിടെയെങ്കിലുമൊക്കെ. അപ്പം അത് ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പം നിൻ്റെ ദിവസമാണ്, നിൻ്റെ ഹാർഡ് വർക്കാണ് ഈ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സുഹൃത്തുന്ന രീതിയിൽ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയർച്ച അഖിലിന് കിട്ടട്ടെ. ഒപ്പം ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ആശംസകൾ, അഭിനയിച്ച എല്ലാവർക്കും, ടെക്നീഷ്യൻസിനും ഒക്കെ ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അഖിൽ എന്ന് ഇപ്പോൾ അഭി പറഞ്ഞ പോലെ ഞാനും അഭിയൊക്കെ ഒരേ സമയത്ത് സിനിമകൾ ചെയ്തു തുടങ്ങിയതാണ്. ആ സമയത്ത് തന്നെ അഖിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളാണ്. അപ്പം ഞങ്ങൾ ബാക്കിലിരുന്ന് പറയായിരുന്നു, ഒരു അതിശയവുമില്ല അഖിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ. കാരണം എനിക്ക് ഏറ്റവും 2018-19 സമയത്ത് ഞാൻ ജോസഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് അഖിൽ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഒരുപാട് സമയത്ത് കൂടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അഖിൽ പറയുന്ന തോട്ട്സ് ഇതൊക്കെ ഇപ്പൊ സംഭവിക്കാനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറം അഖിൽ സംഭവിപ്പിച്ച് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ അഭി പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ആ കിരീടം ചൂടി നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനിച്ച കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം അഖില് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച കാര്യങ്ങൾ സംഭവിപ്പിച്ചെടുത്ത ആളാണ്. അപ്പോൾ ശരിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ്. പിന്നെ ഇന്നലെ ഒരു ഇന്റർവ്യൂ സുമതി വളവിനെ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഭിലാഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞത് അഖിലിനെയാണ്. കാരണം ഈ രണ്ടുപേരുടെ DNA വേറെയാണെങ്കിലും രണ്ടുപേരുടെ രീതികൾ ഒന്നാണ്, രണ്ടുപേരുടെയും സ്വപ്നങ്ങളെ എത്തിപ്പെടുന്ന രീതി ഒന്നാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് അളിയ. വിളിച്ചാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇവിടെ സംസാരിക്കേണ്ടി വരുന്ന തീരെ പ്രതീക്ഷിതല്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബ്രദറിനെ പോലെ ഉള്ള ഒരാളാണ് ആസാദ് കർണാടിക്കൽ, ഞങ്ങളുടെ നൗഷാദ് ഖാൻ. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ച് വന്ന ഇവൻ്റാണ്. എനിക്ക് പറയാവുന്ന ഈ സിനിമയുടെ ടൈറ്റിൽ മുല്ലൻകൊല്ലി, മിഡ്നൈറ്റിൽ മുല്ലൻകൊല്ലി, നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്കറിയാം ഓരോ സിനിമയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് അതിഗംഭീരമായി വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു മൂവിയിൽ അഭിനയിച്ചാണ് ഒരാൾ സൂപ്പർ സ്റ്റാർ ആവുക. ഇതൊരു സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അഖിൽ മാരാർ നമുക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ സ്റ്റാർ ആണ്. സോ ഹിസ് ഫസ്റ്റ് ഫിലിം സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മൂവി എന്നൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, വിശ്വസിക്കുന്ന, ബഹുമാനിക്കുന്ന ആളാണ്. അതിലൊരാളാണ് ഞാൻ, അഖിൽ മാരാർ സർ. സോ വെരി ഹാപ്പി ഈ ഒരു ഇവൻറ്റിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഈ സിനിമ ഫസ്റ്റ് ഡേയിൽ ഞാൻ തിയേറ്ററിൽ പോയി കാണും, നിങ്ങളെല്ലാവരും വരണം. പിന്നെ അഖിൽ മാരാർ കൂടാതെ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഈ മൂവിയിലുണ്ട്. അതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നവാസ് പള്ളിക്കുന്നാണ്. എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഫ്രണ്ടാണ്. അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് പൂർണ്ണമായും കാണാൻ സാധിച്ചിട്ടില്ല സിനിമകളിൽ. ഇനി വരുന്ന സിനിമയിൽ അത് തീർച്ചയായിട്ടും കാണാൻ പറ്റും. So I'm very excited to see his performance as well. Thank you. Thank you so much. And now let's welcome Zarina ma'am, please. നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇത്രയും അധികം ഗ്രാൻഡായിട്ട് നിങ്ങൾ എവരുടെയും മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ആരോടൊക്കെ നന്ദി പറഞ്ഞാൽ തീരും. ആസാദിക്ക, ബാബു ജോൺ സർ, എൻ്റെ കോ ആക്ടേഴ്സ് അഖിലേട്ടൻ, അഭി, അതുൽ, ലക്ഷ്മി, കൃഷ്ണപ്രിയ, ഓൾ ഓഫ് ദി എൻറ്റയർ ടീം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് മെൻഷൻഡ് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ അപ്പിയറൻസ് ആണ്. വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ്. ഒരു ത്രില്ലർ, ഒരു സൈക്കോ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി വരുന്ന ഒരു ജോണറാണല്ലോ. അപ്പം അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ. ആസ് സെഡ്, ഫ്രഷ് പ്രൊഡക്ഷൻ,
ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് സൂൺ തിയേറ്റേഴ്സിൽ കൊണ്ടുവരാം. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ പ്രസൻസ് ഹിയർ. താങ്ക് യു. ആൻഡ് നമ്മുടെ ഓൺലൈൻ മീഡിയ ടീംസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇനി നിങ്ങളുടെ പാട്ടാണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അഖിലേട്ടനെ ഒരിക്കൽ കൂടെ ചെയറിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് പ്ലീസ്. ആൻഡ് നവാസ്ക കൂടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതുൽ, പ്ലീസ്. കൃഷ്ണപ്രിയ, ലക്ഷ്മി, നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റ് മുകളിൽ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒന്ന് താഴോട്ട് ജോയിൻ ചെയ്യാമോ പ്ലീസ്? അതുൽ, ശ്രീഷ്മ, നമ്മുടെ ട്രെയിലർ നമ്മൾ ഔട്ട് വരാൻ പോകുന്നത് അല്ലേ, ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇവിടെ നിന്ന് കണ്ടതുപോലെ ഇനി ഒരിക്കൽ കൂടെ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവരും കണ്ടു നോക്കുക. ആൻഡ് നമ്മുടെ സോങ്സും ഔട്ട് വരാനുണ്ട് ഇനി. അപ്പോൾ വൺസ് അഗെയിൻ ഇന്ന് ജോയിൻ ചെയ്ത മീഡിയ ടീം ആൻഡ് ഇവിടെ വന്ന എല്ലാ ഗസ്റ്റും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു. ഇങ്ങനൊരു സിറ്റുവേഷനിൽ എന്ത് പറയണം തന്നെ ഞാൻ ഐസായി നിൽക്കുക. കാരണം ഈ ഒരു രീതിയിലേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇവരെല്ലാം പറഞ്ഞതുപോലെ ഈ മൂവി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് വൻ വിജയമാക്കി തരണം തന്നെയാണ്. ഒരുപാട് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് പേരുടെ ഏറെ നാളത്തെ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കഷ്ടപ്പാടിലൂടെ വന്ന ഒരു പ്രോഡക്റ്റാണ്. തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മീഡിയാസിനോട് ഞാൻ പറയുന്നത്, എന്നെ വിട്ട് കളഞ്ഞാലും അഖിൽമാരെ ആരും വിട്ട് കളഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വില്ലനാണോ എന്ന് സംശയം തോന്നി എന്ന് പറഞ്ഞത് ചിലപ്പോൾ അതിലെ ഇടിയൊക്കെ കാണുമ്പോഴാണ് അല്ലേ. അതിന് പിറകില് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റണ്ട് മാസ്റ്റർ ആണ്. ലെറ്റ്സ് വെൽക്കം കലൈ കിങ്സ്റ്റൺ. യെസ്, കലൈ സാറിനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. മാർക്കോ കണ്ട ആർക്കും ഈ പേര് വിട്ടുകളയാൻ പറ്റില്ല. ഒരു ഗംഭീര കൈഡി കൊടുക്കാം നമുക്ക്. വൺസ് അഗെയിൻ യെസ്, താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് വെൽക്കം സർ. ஸோ வந்தவங்க எல்லாருக்கும் தேங்க்ஸ். ஸோ தமிழில் பேசுகிற மலையாளம் அவ்வளோ தெரியாது. ஸோ இந்த படம் ஸ்டார்டிங்கில் வந்து அசாத் தான் கூப்பிட்டது. ஸோ ஸ்டண்ட்டு அக்கிலுக்கு என்ன மாதிரி பண்ணுவாங்க என்னன்னு தெரில. ஸோ மேக்ஸிமம் இருக்கிற டைமில் ரொம்ப கஷ்டப்பட்டு பண்ணாப்புல. ஸோ நாங்களும் எதிர்பார்க்கல இந்த அளவுக்கு சீக்கிரம் கேட்சப் பண்ணுவாங்கன்னு. ஸோ தேங்க்யூ, ஆல் தி பெஸ்ட். ஸோ நெக்ஸ்ட்டு இதில் பேசுகிறோன்னா டிஓபி எல்டோ எங்கே இருக்காது. ஷார்ட் டைமில் எவ்வளோ சீக்கிரம் ஷார்ட் வைக்க முடியுமோ அவ்வளோ சீக்கிரம். ஒரு டேக்கு வந்து 30 ஷார்ட்ஸ் பிளான் பண்ணால் அவர் 60 ஷார்ட்ஸ் எடுத்து கொடுப்பாரு. ஸோ அந்த அளவுக்கு ஸ்பீடான ஆள். ஸோ டேரக்டர் கதையை எந்த அளவுக்கு சொல்லணுமோ அவ்வளோ சொல்லி என்னை ப்ரிப்பேர் பண்ணாது. ஸோ ஒர்க் பண்ணவங்க எல்லாருக்கும் தேங்க்ஸ். அப்புறம் லாஸ்ட்டாக இங்கே லக்ஷ்மி பிரியா லாஸ்ட்டாக ரொம்ப கஷ்டப்பட்டு சாரி. ஸோ படம் நல்லா வந்ததுக்கு எல்லா தேட்டரும் நல்லா பார்த்து நீங்கள் தான் அடுத்த லெவலுக்கு கூப்பிட்டு போகணும். தேங்க்யூ. സംതിങ് അബൌട്ട് അഖിലേട്ടനെ കുറിച്ച് ஏதாவது அதை பற்றி தான் ஃபஸ்ட்டு பேசினேன். தமிழில் பேசணும்னு உங்களுக்கு தெரியலன்னு நினைக்கிறேன். தெரியுதா? அந்த ஸ்டண்டை பற்றி தான். எஸ், ஃபைட் எப்படி இருந்தது? ஃபைட் நல்லா பண்ணது, எஃபெக்ட் போட்டது. இதில் என்ன விஷயம்னா ரிகர்சல் பண்ணுறது ட்ரைனிங் பண்ணுற டைம் இல்லை, ஷார்ட் டைமில் நாங்கள் பண்ண ஃபைட் இது. ஸோ அந்த டைமுக்கு அவ்வளோ எஃபெக்ட் போட்டு பண்ணதுக்கு பெரிய விஷயம். ஸோ சின்ன கேப்பு கூட இருக்காது. வாங்க 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 கீழே விழுவாங்க, சின்ன பதவிலவா. ஸோ இப்படி ஒர்க் பண்ணது தான் ഇത്. ആക്ച്വലി 3 ഫൈറ്റ് ഇല്ല, അത് 3 ദിവസം എടുത്തത്. അപ്പം അത്രയും ഒരുപാട് ലെങ്തുള്ള ഫൈറ്റാണ്. മാത്രമല്ല ഒരു ഗോഡൗണിനുള്ളിലൊരു ഫുൾ ഫൈറ്റ്